എത്രത്തോളം എന്നുള്ളതിനൊരു കണക്കില്ല. കാരണം എൻ്റെ വിജയം എന്ന് പറഞ്ഞത് CPM-നകത്തെ അടിയൊഴുക്കിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ അടിയൊഴുക്ക് നമുക്ക് സാധിക്കുന്നതല്ല ആർക്കും. അപ്പോൾ അത് നല്ല നിലയിൽ ഉണ്ട് എന്ന വിശ്വാസം തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടൊരു പ്രതീക്ഷയിൽ തന്നെയാണ്, വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഏതായാലും ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൃത്യമായ വിവരം അറിയാൻ സാധിക്കും. ആ നിലയിൽ അറിയുക എന്നത് മാത്രമേ ആത്മവിശ്വാസത്തിലാണ്. ഈ അടിയൊഴുക്കെന്ന് പറയുമ്പോഴേ പാർട്ടിക്കാരൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, പക്ഷേ അവരൊക്കെ വലിയ രീതിയിലുള്ള പിന്തുണ സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും നൽകുന്നുണ്ടോ? അതാണ് ഈ അടിയൊഴുക്ക് ഇത്രത്തോളം ഉണ്ടെന്ന് പറയാൻ കാരണം. അല്ല, അതായത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ജയിക്കാനേ ആയിരുന്നില്ല. അങ്ങനെ ജയിക്കുക എന്ന പ്രതീക്ഷയിലായിരുന്നില്ല എൻ്റെ മത്സരം തന്നെ. അതൊരു പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി പോയപ്പോൾ ഒരാത്മവിശ്വാസം കൈവരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പോളിംഗ് കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം കുറേ കൂടി വർദ്ധിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഒട്ടനവധി ആളുകൾ പോളിംഗിന് ശേഷം ഈ മാറ്റത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെയാണ് ഒരു ശുഭപ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നത്. അതൊന്നും പറയാൻ കഴിയില്ലെന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഈ അടിയൊഴുക്ക് അത് നമുക്ക് അളക്കാൻ കഴിയില്ല, തിട്ടപ്പെടുത്താൻ കഴിയില്ല. കാങ്കോലാലപ്പടമ്പ് അങ്ങനെ ഇല്ല, എല്ലായിടത്തും മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നല്ല നിലയിൽ മാറ്റം ഉണ്ടാകും. ഇതിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം വന്നതിന് ശേഷമുള്ള പയ്യന്നൂരെ കുറിച്ച് ചിന്തിച്ചിട്ടോ? നേരത്തെ സൂചിപ്പിച്ചാണല്ലോ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായതാണല്ലോ. അവിടെ ഭയങ്കര സുരക്ഷയാണ്, കാര്യങ്ങളുണ്ട്. ഇന്നലെ പയ്യന്നൂരിൽ ഒരു സമാധാന സമ്മേളനം, ഒരു ഉപവാസം ഒക്കെ നടന്നിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകളെല്ലാം സമാധാനം സ്ഥാപിക്കേണ്ടുന്ന സാഹചര്യത്തെക്കുറിച്ചെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അക്രമം സംഘടിപ്പിക്കുന്നവരാണ് അതിൽ നിന്ന് പിന്തിരിയേണ്ടത്. അപ്പോൾ സംഘടിപ്പിക്കുന്ന ഇതൊരു സംഘർഷമല്ല, ഏകപക്ഷീയമായ ആക്രമണമാണ് പയ്യന്നൂരിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ളത്. ഇന്നലെ ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, അവർ നിശ്ചയിച്ചാൽ ഇത് ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ്. കാരണം അതിനുള്ള ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. കണ്ണൂരിൽ നിരവധി പതിറ്റാണ്ടുകളായി നടന്നു വന്ന രാഷ്ട്രീയ സംഘർഷം ശ്രീ M മുൻകൈയെടുത്തുകൊണ്ട് ഇരുവിഭാഗത്തെയും ഇരുത്തി ചർച്ച ചെയ്ത് ഇരുകൂട്ടരും ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കണ്ണൂരിൽ അങ്ങനെയുള്ള സംഭവങ്ങളില്ല. പരമാവധി അത് കുറച്ചു കൊണ്ടുവരാനും അവസാനിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അക്രമ സംഭവങ്ങൾ സംഘടിപ്പിക്കുന്നവർ വിചാരിച്ചാൽ അവസാനിപ്പിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ജില്ലയിലാകെയുള്ള ഒരു വിഷയമല്ല. പയ്യന്നൂരിൽ ഈ രാഷ്ട്രീയ ക്രിമിനൽ വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അത് അവസാനിപ്പിക്കാൻ അവർ തന്നെ വിചാരിക്കണം. പിന്നെ പോലീസും ശക്തമായ നടപടി സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ അത് അവസാനിപ്പിക്കാൻ സാധിക്കൂ. ഇന്നലെ ഞാൻ ആ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ നമ്മുടെ ആ സമയത്ത്. ഏത് കള്ളവോട്ട് വ്യാപകമായി ചെയ്തു, അതൊക്കെ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. അതൊക്കെ വ്യാപകമായി നടന്നിട്ടുണ്ട്. അതൊക്കെ എണ്ണി കഴിയുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ.